നാറി ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഈ നാറി നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. നമ്മുടെ നട്ടെല്ല് ബൈബിളാണ്. നമ്മുടെ ശിരസ് എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. ഇവന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് ചോദിച്ചാണല്ലോ ഖുർആൻ. മതത്തെ കയ്യിലെടുക്കുക. ഒരുപക്ഷെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആന്റെ ഈ 6666 114 സൂറത്തിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതും ഇസ്ലാം വിശ്വാസികളെ കയ്യിലെടുക്കുക. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ മതമായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ആയുധവും കയ്യിലെടുക്കൽ. ജന്മം കൊണ്ട് ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്, പക്ഷെ കർമ്മം കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയാണ്. അതിലേറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നത്. ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റുമെങ്കിൽ പറയാം. എനിക്ക് ഏറ്റവും വലിയ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഒരു 16 വയസ്സുള്ള കുട്ടിയെ ലോഡ്ജ് എടുത്ത് ഇവന്റെ ക്രൂരമായി ഇവൻ പീഡിപ്പിച്ചതിന് ശേഷം മദ്യം കൊടുത്ത്, അതുപോലെ തന്നെ പ്രഗ്നന്റ് ആവാതിരിക്കാനുള്ള പ്രഗ്നൻസി അബോർഷൻ ചെയ്യാനുള്ള ടാബ്ലറ്റ് കൊടുത്തുവൻ. എന്നിട്ടും ഇത് ഇപ്പോഴും അത്ഭുതമായിട്ട് ഇവനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഇത്രയും തെളിവുകൾ പുറത്തു വന്നിട്ട് പോലും, ഇത്രയും തെളിവുകൾ ഹാജരാക്കി അവനെ അറസ്റ്റ് ചെയ്തിട്ട് പോലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ജനക്കൂട്ടങ്ങൾ. ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റുമെങ്കിൽ പറയടി. എന്റെ ജീവനാണ്. പ്രാർത്ഥന എപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഞാൻ കഴിച്ചു. നീ കഴിച്ചോ? ചായ വന്നോ? പ്രോഗ്രാം ദുബായിൽ സെറ്റ് ചെയ്യോടെ. പ്രോഗ്രാം പേര് മഴയും പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു പരിപാടി. അവിടെ എന്തെങ്കിലും നമുക്ക് അറിയുന്ന ടീമിനെ വിളിച്ചിട്ട് ഒരു മലയാളി അസോസിയേഷന്റെ പരിപാടി മതിയെ ഒരു പ്രോഗ്രാം വിളിക്കാൻ വേണം കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഇതിനെ കാണുന്ന സത്യം ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഇപ്പോ നമ്മുടെ നിലവിൽ കണ്ട ഈ വക തെളിവുകൾ ഇന്ന് പുറത്തു വന്നുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇതുപോലെ പുറത്തു വരാണ്ട് കിടക്കുന്ന എത്രയോളം ഇവന്റെ കേസസ് ഉണ്ടാവും, എത്രത്തോളം തെളിവുകൾ ഉണ്ടാവും ഇനിയും പുറത്തു വരാൻ. ഓരോന്നായിട്ട് കുത്തി പൊങ്ങിക്കൊണ്ടിരിക്കുക ഇവന്റെ കാര്യങ്ങൾ. ഒരു പോലീസുകാരനാണ്, പക്ഷെ പോലീസുകാരിൽ തന്നെ പല ആൾക്കാരും ഞാനൊരു ഇന്റർവ്യൂവിൽ കേട്ടതാണ്. അവിടുത്തെ ആ ഒരു കോൺസ്റ്റബിൾസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലേഡീസ് കോൺസ്റ്റബിൾസ് പറഞ്ഞു, എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഒരു പെണ്ണ് നമ്പർ കൊടുത്താൽ പോലും ഒരു കേസിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ അവരെ ആ കാര്യം ആലോചിച്ചിട്ട് ചിരി വരുന്നു എന്ന കാര്യം പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും കൂടുതൽ എനിക്ക് ഉറപ്പെന്ന് പറയാം ഇതേപോലെ മോട്ടിവേഷൻ പറയുന്നവർ, ഇതേപോലെ മതം വിറ്റ നമുക്കറിയാലോ, ഒരു മൂരാരി അവനും മതം വിറ്റ് തന്നെയായിരുന്നു. ഇപ്പൊ അവന്റെ അവസ്ഥ എന്താണ്? ഇതുപോലെ മതം വിറ്റ് അത്രയും ലയനം കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ സഹതാപം കാണിച്ച് അല്ലെങ്കിൽ അവരെ വളയ്ക്കാൻ മോട്ടിവേഷനും ചെയ്ത് വളയ്ക്കുന്ന നാറികൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. സത്യം അതാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരമാർത്ഥമായ ഒരു സത്യം അത് തന്നെയാണ്. ഇവനെ പോലുള്ള നാറികൾ ഇനിയും പൊങ്ങാനുണ്ട്. ഒരുപാട് പേരുണ്ട് ഇതുപോലെ മതം വിറ്റ് ജീവിക്കുന്ന, മതത്തെ ചൊല്ലി പറഞ്ഞ് മറ്റുള്ള മതവിശ്വാസികളെ പറ്റിച്ച് കാശുണ്ടാക്കി തിന്ന് കൊഴുത്ത് ജീവിക്കുന്ന ഇതേപോലെ ഒരുപാട് പേരുണ്ട്. ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ ഞാൻ വെറുക്കുന്ന, എല്ലാവർക്കും വിശ്വാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇതുപോലെ മതം വിറ്റ് വിശ്വസിക്കുന്നവരെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒന്ന് മനസ്സിലാക്കുക.